മഞ്ചാടിക്കാട്ടിൽ ഒരു വൃദ്ധനായ സിംഹരാജൻ ഉണ്ടായിരുന്നു. അലസനായ സിംഹരാജൻ തന്റെ ഗുഹയുടെ മുന്നിലെ ആൽമരത്തിനു ചുവട്ടിൽ വിശ്രമിക്കുന്ന നേരം അവിടേക്ക് അതാ വരുന്നു മന്ത്രിയായ പുലി. അല്ലയോ രാജൻ, അങ്ങയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ ഈ കാട് മുഴുവൻ പരതിയിട്ടാണ് ഒരു മാനെ കിട്ടിയത്. എന്നിട്ടെവിടെ മാൻ? കൊണ്ടുവരൂ, നമുക്ക് നന്നായി വിശക്കുന്നു. ഉത്തരവ് പോലെ രാജൻ. രാജാവേ, അങ്ങയുടെ ആരോഗ്യനില വളരെ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതേ മന്ത്രി, ഞാൻ അത് തന്നെയായിരുന്നു ഇന്ന് മൊത്തം ആലോചിച്ചത്. നാം വൃദ്ധനായി തുടങ്ങിയല്ലേ. എനിക്ക് യുവത്വം വേണം മന്ത്രി. ഹേയ്, വിഷമിക്കേണ്ട രാജാവേ. അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു വൈദ്യൻ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങയുടെ യുവത്വം തിരിച്ചു വരും. ഞാൻ വേണേൽ ആ വൈദ്യനെ കൂട്ടിക്കൊണ്ടുവരാം. ഓഹോ, അങ്ങനെയാണ്. എന്നാൽ ഉടനെ കൂട്ടിക്കൊണ്ടുവരൂ. നാം ഒന്ന് ഗർജിച്ചിട്ട് കാലങ്ങളാകുന്നു. ശരി, ഞാൻ ഉടൻ കൊണ്ടുവരാം രാജൻ. ഹോ, ഈ വൃദ്ധസിംഹത്തിനു വേണ്ടി പണിയെടുത്തു മടുത്തു. മാനിറച്ചിയെ കഴിക്കൂ. എങ്ങനെയെങ്കിലും ഈ കിഴവനെ യുവാവാക്കിയിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. അങ്ങനെ പുലി കുറുക്കൻ വൈദ്യന്റെ വൈദ്യശാല ലക്ഷ്യം വെച്ച് നടന്നു. എടോ കഴുതേ, ആ പച്ചില ഇങ്ങെടുക്ക്. വൈദ്യരെ, ഞാൻ കഴുതയല്ല, കരടിയാണ്. നിന്റെ കാര്യത്തിൽ രണ്ട് ഒന്നാണ് ഹേ. ആ നേരം ദൂരെ നിന്നും പുലി നടന്നു വരുന്നത് കാണുന്ന കരടി, ആശാനെ, വൈദ്യരാശാനെ, ദേ നോക്ക്, ആരാ വരുന്നെന്ന്. നിന്റെ കാഴ്ചയും പോയോ? അത് നമ്മുടെ മന്ത്രി പുലിയല്ലേ? എന്താണ് രാജമന്ത്രിയായ അങ്ങ് ഇവിടെ? നമസ്കാരം കുറുക്കൻ വൈദ്യരെ. ഒന്നും പറയണ്ട വൈദ്യരെ, ഞാനൊരു വലിയ പ്രശ്നത്തില. ഓഹോ, എന്താ കാര്യം? അങ്ങയ്ക്ക് അറിയാലോ സിംഹരാജൻ വൃദ്ധനാണെന്ന കാര്യം. അറിയാം. ആശാനെ, ഈ പച്ചില എന്ത് ചെയ്യണം? നീ മുഖത്തരച്ച് തേക്ക്. അല്ല പിന്നെ ഒന്നങ്ങോട്ട് മാറി നിക്ക് കഴുതേ. വൈദ്യരെ, ആ സിംഹത്തിന് ഭയങ്കര വാശിയ. മാനിറച്ചിയെ കഴിക്കൂ. ഞാനാണെങ്കിൽ മാനെ തേടി അലഞ്ഞു മടുത്തു. ഓ കഷ്ടം. അല്ല, ഞാൻ എന്തു വേണമെന്നാ പറയുന്നേ? അതെ വൈദ്യരെ, അങ്ങയുടെ കയ്യിൽ യുവത്വം നിലനിർത്താനുള്ള മരുന്നുണ്ടെന്നും പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തന്ത്രം? അയ്യോ അല്ല, സിംഹരാജന്റെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. പണിയെടുത്ത് മടുത്തു. വൈദ്യൻ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. പുലിയുടെ അവസ്ഥ മനസ്സിലാക്കിയ കുറുക്കൻ തനിക്ക് ഗുണമുള്ള ഒരു തന്ത്രം മെനഞ്ഞു. ശേഷം, നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോ. സിംഹരാജനെ എത്രയും വേഗം ഞാൻ യുവാവായി മാറ്റിത്തരാം. പോരെ? നന്ദിയുണ്ട് വൈദ്യരെ. ആശാനെ, ആശാനെ, കൊള്ളുന്ന ആശാനെ. ഓ, എന്റെ പൊന്നടാവേ, നീ ആ പച്ചിലെടുത്ത് മുഖത്തരച്ച് തേച്ചോ? ആശാനല്ലേ പറഞ്ഞത്. എന്തെങ്കിലും കാണിക്ക്. നീ വേഗം ഇറങ്ങ്, സിംഹരാജനെ കാണണം. പുലിയും സിംഹവും അക്ഷമരായി കുറുക്കൻ വൈദ്യനെ കാത്തിരിക്കുകയാണ്. മന്ത്രി, എവിടെ വൈദ്യൻ? അല്പം കൂടി ക്ഷമിക്കൂ രാജൻ, മരുന്നുമായി വേഗം വരാമെന്ന് പറഞ്ഞതാ. ദേ രാജൻ, നോക്ക്, വൈദ്യൻ വരുന്നു. നമസ്കാരം രാജൻ. നമസ്കാരം നമസ്കാരം. ആരാ ഈ ജന്തു? അയ്യോ രാജാവേ, ഇത് നമ്മുടെ ഒരു സഹായി, ഒരു കഴുതയാ. കരടി, കരടി. ആ, കരടി. ഭയാനകം തന്നെ. ഇച്ചിരി തേൻ കൊടുത്താ നന്നായി പണി ചെയ്യും. തീറ്റപ്രിയനാണെന്നേയുള്ളൂ. സഹായിയാ. ആ, ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചേ. തട്ടോ മുട്ടോ ഇടിവോ ചതവോ തൊഴിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കണ്ണിനൊരു വിളർച്ചയുണ്ട്.
ഉണ്ടോ? ആ, പേടിക്കണ്ട. അതിനൊക്കെ ഉള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ഇത് ഗജമാംസ രസായനം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഇത് കലമാൻ കുഴമ്പ്. ഇത് വൈകിട്ട്, ഉച്ചയ്ക്ക്, രാവിലെ. രാജൻ, അങ്ങ് കൃത്യമായി ഈ മരുന്ന് കഴിക്കണം. പിന്നെ ഇനി മുതൽ തീരെ ചെറിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മുയൽ, എലി, പല്ലി, പാറ്റ തുടങ്ങിയവ. അതും അങ്ങ് തന്നെ വേട്ടയാടി പിടിക്കണം. ഈ പറഞ്ഞതൊക്കെ കൃത്യമായി പാലിച്ചാൽ ഞാൻ ചെറുപ്പമാകുമോ വൈദ്യരെ? പിന്നെ ഉറപ്പല്ലേ? സിംഹത്തിന് കുറുക്കന്റെ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷമായി. താൻ ചെറുപ്പമാകാൻ പോകുന്നുവെന്ന് വിശ്വസിച്ച സിംഹം കുറുക്കന് നിറയെ സമ്മാനങ്ങൾ നൽകി. പോകുന്നേരം കുറുക്കൻ പറഞ്ഞു, അല്ലയോ രാജൻ, അങ്ങ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്തിനെ വേട്ടയാടിയാലും അതിന്റെ പകുതി മന്ദാരക്കുന്നിന്റെ ചെരുവിലെ ആൽമര ചുവട്ടിൽ വിശന്ന് വരുന്ന ഏതെങ്കിലും പാവപ്പെട്ട വയസ്സായ ഒരു മൃഗത്തിന് കൊടുക്കണം. അങ്ങനെ ആരെങ്കിലും അവിടെ കാണുമോ? പിന്നെ ഉറപ്പായും അവിടെ കാണും. പാതി ആ പാവത്തിന് കൊടുക്കണം. എന്നാലേ മരുന്ന് ഫലിക്കൂ. കുറുക്കൻ വൈദ്യന്റെ വാക്കുകൾ വിശ്വസിച്ച സിംഹരാജൻ തന്റെ തളർച്ച വകവയ്ക്കാതെ ചെറുമൃഗങ്ങളെ വേട്ടയാടി തുടങ്ങി. സിംഹരാജൻ കുന്നിന്റെ ചെരുവിലെ ആൽമര ചുവട്ടിലേക്ക് നടന്നു. അവിടെ വിശന്ന് തളർന്നൊരു വൃദ്ധ കുറുക്കനെ സിംഹം കണ്ടു. ഓ ഭാഗ്യം, ഏതോ പാവം വയസ്സൻ കുറുക്കനാണല്ലോ. ഇതാ വൃദ്ധക്കുറുക്ക, ഇത് തിന്നോളൂ. നാളെ ഈ നേരം ഇവിടെ നിന്നാൽ ഞാൻ ആഹാരം തരാം. എന്റെ മഹാഭാഗ്യമാണ് അങ്ങയെ കണ്ടത്. അങ്ങ് മാത്രമാണ് രാജാവ്. ഒരുപാട് നന്ദി രാജൻ. മണ്ടൻ രാജൻ എന്നും ഇങ്ങനെ ആയ എന്റെ കാര്യം കുശാലി. അങ്ങനെ സിംഹം സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങി. അതൊരു പതിവായി തീർന്നു. എന്നും കുറുക്കൻ വൃദ്ധവേഷത്തിൽ സിംഹത്തെ പ്രതീക്ഷിച്ചു നിൽക്കും. സിംഹരാജന്റെ പ്രവൃത്തി ദിനം പ്രതി കൂടുന്നത് ചെറുമൃഗങ്ങൾക്കിടയിൽ കടുത്ത ഭയമുണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ വംശം നശിക്കും. അതെ, ഒരു വഴി കണ്ടെത്തണം. എന്ത് വഴി? കാട് വിട്ട് നാട്ടിലേക്ക് പോകണമെന്ന് വെച്ചാ മനുഷ്യർ പിടിക്കും. ഇവിടെ നിന്നാൽ ആ കിഴവൻ സിംഹം പിടിക്കും. ശരിയാണ്, കാട് മുഴുവൻ കാവലുണ്ട്. നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ തീരാനാണോ ജനിച്ചത്? അല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെയൊക്കെ പിന്നിൽ ആ കുറുക്കൻ വൈദ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? വൈദ്യന്റെ സഹായമില്ലേ ആ കരടി? അവനൊരു മണ്ടനാണ്, മാത്രമല്ല ഒരു തേൻ കൊതിയനുമാണ്. നമുക്ക് അതൊരു മാർഗമാക്കിക്കൂടെ? ശരിയാവാ, നീ തേൻ കയ്യിൽ കരുതിക്കോ. അങ്ങനെ കൂട്ടത്തിലൊരു മുയലും എലിയും കൂടി കരടിയെ തേടി നടന്നു. ഹലോ കരടി ചേട്ടാ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ അങ്ങേ കാണാൻ വന്നതാണ്. എന്റെയോ? എന്തിന്? അങ്ങീ കാട്ടിലെ താരമല്ലേ, അതുകൊണ്ട് ചെറിയൊരു സമ്മാനം തരാനായി വന്നതാ. സമ്മാനമോ? എന്ത് സമ്മാനം? ഹായ്, തേൻ. തേൻ കണ്ട കരടി ആർത്തിയോടെ തേൻ കുടിക്കാൻ തുടങ്ങി. കരടി ചേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. ഓഹോ, അപ്പോ അങ്ങനെയാണോ കാര്യങ്ങൾ? ചേട്ടൻ ഞങ്ങളെ സഹായിച്ചാൽ നമ്മൾ ഇനിയും തേൻ കൊണ്ടുതരാം. എങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു. നമ്മൾക്ക് ഇപ്പോ തന്നെ സിംഹരാജനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. സിംഹത്തിന്റെ അടുത്തേക്ക് നടന്നെത്തിയ കരടിയും മുയലും എലികളും ഭയന്നെങ്കിലും സിംഹത്തോട് കാര്യം പറഞ്ഞു. അല്ലയോ സിംഹരാജൻ, അങ്ങൊരു വിഡ്ഢിയാണ്. എന്തു പറഞ്ഞു? അതെ, അങ്ങ് കള്ളനായ കുറുക്കന്റെ വാക്ക് കേട്ട് സ്വയം വിഡ്ഢിയാകുകയാണ്.
സത്യമാണ് സിംഹരാജൻ. വിശ്വാസമായില്ലെങ്കിൽ ഞങ്ങൾ തെളിയിക്കാം. അങ്ങ് ഞങ്ങളെ മന്ദാരക്കുന്നിന്റെ ചരിവിലെ മരച്ചോട്ടിലുള്ള വയസ്സൻ കുറുക്കന് കൊടുത്തിട്ട് വേണയിൽ നോക്കിക്കണ്ടോ? അത് വൃദ്ധം കുറുക്കനല്ല, അങ്ങയെ പറ്റിച്ച കുറുക്കൻ വൈദ്യനാണ് രാജാവേ. അവർ പറഞ്ഞത് പ്രകാരം സിംഹം വൃദ്ധക്കുറുക്കന്റെ കയ്യിൽ മുയലിനെയും എലിയെയും നൽകി. ശേഷം സിംഹം കുറുക്കന്റെ പ്രവൃത്തികൾ വീക്ഷിച്ചു. മണ്ടനായ ഒരു രാജാവുള്ളത് കൊണ്ട് ബുദ്ധിമാനായ എനിക്ക് എന്നും പണിയെടുക്കാതെ ഇങ്ങനെ തിന്നാം. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. എടാ നിന്നെ നീ പറ്റിച്ചത് ഈ കാടിന്റെ രാജാവിനെയാണ്. എടാ നിന്നെ അയ്യോ മഹാരാജൻ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഈ കാട് വിട്ടു പൊയ്ക്കോളാമേ. അയ്യോ. രാജൻ അങ്ങ് ഒന്ന് മനസ്സിലാക്കണം. എല്ലാവരും വയസ്സാകും, പക്ഷേ മനസ്സ് ശക്തമാണെങ്കിൽ ശരീരം ശക്തമായി നിലനിൽക്കും. ഒരിക്കലൊരു കാട്ടിൽ വൃദ്ധനായ ഒരു സിംഹം ഇര തേടി നടക്കുകയായിരുന്നു. ഒരു മുയൽ അവന് പിടിച്ച നല്ലൊരു ശാപ്പാടായി. ഹായ്, എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അവനെ തിന്നാൻ. അവൻ രക്ഷപ്പെട്ടല്ലോ. ഞാൻ ഓടി തളർന്നു. അയ്യോ, വിശന്നിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ. ഇനി എന്തു ചെയ്യും? അപ്പോഴാണ് അകലെ മരത്തിന്റെ ചുവട്ടിലിരുന്ന് പഴം കഴിക്കുന്ന ഒരു അണ്ണാറക്കണ്ണനെ സിംഹം കാണുന്നത്. ഒന്നിപ്പിഴച്ച രണ്ടെന്നാണല്ലോ ചൊല്ല്. അണ്ണാനെങ്കിൽ അണ്ണാൻ. അയ്യോ, പല്ലു കഴിഞ്ഞ വായു വെച്ച് കടിച്ചപ്പോ എന്തൊരു വേദന. അണ്ണാൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവനെ അകത്താക്കണം. ഇതുപോലൊരു 10 അണ്ണാനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വിശപ്പ് മാറ്റാമായിരുന്നു. ഇത് തൊട്ട് നക്കാൻ പോലുമില്ല. അയ്യോ അയ്യോ, മുയലിറച്ചിയും പോയി, അണ്ണാനിറച്ചിയും പോയി, ആകെയുണ്ടായിരുന്ന പല്ലും പോയി. പാവം വയസ്സൻ സിംഹം അണ്ണാറക്കണ്ണനെ കൂടെ കിട്ടാതായപ്പോ അവനാകെ വിഷമത്തിലായി. കാട്ടിലെ ഒരു മൃഗത്തിനും ഈ പഴയ രാജാവിനോട് സ്നേഹമില്ല. അല്ലെങ്കിൽ അവർക്കൊക്കെ സന്തോഷത്തോടെ എൻ്റെ മുന്നിൽ വന്ന് നിന്നൂടെ? പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അങ്ങനെ നിരാശയോടെ നടക്കുമ്പോഴാണ് ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഗുഹ സിംഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഗുഹയ്ക്കകത്ത് കയറി അല്പം വിശ്രമിക്കാം. വൈകുന്നേരമാകുമ്പോ ഇതിൽ താമസിക്കുന്ന മൃഗം വരും. അപ്പോ അവനെ ശാപ്പിടുകയും ചെയ്യാം. ഐഡിയ ഐഡിയ ഐഡിയ, സൂപ്പർ ഐഡിയ. അധികം താമസിയാതെ തന്നെ നേരം ഇരുട്ടിത്തുടങ്ങി. കുറുക്കച്ചാ, നമുക്കിനി നാളെ കാണാം. ശരി, അപ്പോ നാളെ രാവിലെ തന്നെ ഞാൻ എത്താം. ചങ്ങാതി, ഒന്ന് നിൽക്കണേ. എന്താ? എന്തു പറ്റി? നീ ഇത് കണ്ടോ? ഇവിടെ നിലത്ത് ഏതോ ജീവിയുടെ കാൽപ്പാടുകൾ. ശരിയാണല്ലോ. നിന്റെ ഗുഹയ്ക്കുള്ളിൽ ആരോ കയറിയിട്ടുണ്ട്.
അത് പുറത്തേക്ക് പോയിട്ടില്ല, ഉറപ്പാണ്. നീ ഇപ്പോ അകത്തേക്ക് പോയാൽ ചിലപ്പോ അത് അപകടമാകും. അയ്യോ, അതിനെ എങ്ങനെ പുറത്താക്കും? നീ പേടിക്കണ്ട, നമുക്ക് വഴി ഉണ്ടാക്കാം. കൗശലക്കാരനായ കുറുക്കൻ ഉടൻ തന്നെ ഒരു സൂത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അവൻ ഗുഹയ്ക്ക് മുന്നിൽ ചെന്ന് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഗുഹേ, നിനക്ക് സുഖമാണോ? എന്നാൽ ഗുഹയ്ക്കുള്ളിലിരുന്ന സിംഹത്തിന് ഇത് കേട്ട് സംശയമായി. ഈ കുറുക്കനെന്താ വട്ടുണ്ടോ? ഇവൻ എന്തിനാ ജീവനില്ലാത്ത ഗുഹയോട് സംസാരിക്കുന്നത്? എടാ ഗുഹേ, നീ ഒന്നും സംസാരിക്കാത്തത് എന്താണ്? ഇന്ന് രാവിലെയും നീ എന്നോട് സംസാരിച്ചതാണല്ലോ. കുറുക്കൻ പിന്നെയും ഗുഹയോട് സംസാരിക്കുകയാണല്ലോ. അപ്പോ ഇത് സംസാരിക്കുന്ന ഗുഹയായിരിക്കും. ഗുഹയ്ക്ക് പകരം ഞാൻ മറുപടി പറയാം. എനിക്ക് സുഖമാണ്, പരമസുഖം. നീ അകത്തേക്ക് കയറി വാ, നമുക്കകത്തിരുന്ന് സംസാരിക്കാം. കരടിച്ചാരെ, ഇപ്പോ കാര്യം പിടികിട്ടിയില്ലേ? ഒരു സിംഹമകത്തുണ്ട്. നീ എന്നോടൊപ്പം വാ. ഇന്ന് രാത്രി കഴിയാനുള്ള ഇടം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കരടിയും കുറുക്കനും സിംഹത്തിന്റെ മുന്നിൽ പെടാതെ രക്ഷപ്പെട്ടു. സിംഹത്തിന് ആരെയും തിന്നാൻ കിട്ടിയതുമില്ല. ആരൊക്കെയായി പോകുന്നത്? ആമയും മുയലുമോ? അപ്പം നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ? പിണക്കമോ? ഞങ്ങൾക്കോ? ചേട്ടനോട് ആരായി മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു തന്നത്? ഓട്ട മത്സരത്തിൽ മുയലിനെ തോൽപ്പിച്ചത് മുതൽ ഞാനും ഈ ആമച്ചാരുടെ ഒരു ഫാനാ. അതെയോ? സന്തോഷം. മുയലച്ചാരെ, കുറുക്കച്ചൻ പറഞ്ഞത് കേട്ടില്ലേ? അങ്ങനെ എനിക്കും ആരാധകരായി. ആമച്ചാരെ, എനിക്കൊരാഗ്രഹം. എന്താഗ്രഹം? അന്നത്തെ പോലെ ഒരു ഓട്ട മത്സരം നമുക്കിപ്പോൾ ഒന്നുകൂടി ഒന്ന് നടത്തിയാലോ? ഇപ്പോഴോ? ഇപ്പോ മുയല് മുന്നേ ഓടിപ്പോയാലും ആമച്ചാർക്ക് കൂട്ടിന് ഞാനുണ്ടല്ലോ. അതാകുമ്പോ എനിക്ക് ആമച്ചാരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അഭിനന്ദിക്കാലോ. വേണ്ട വേണ്ട, ആശാന്റെ ഒരു സൂത്രവും ഞങ്ങളോട് വേണ്ട. ആമച്ചാരെ, ഇത് കുറുക്കന്റെ എന്തോ ഒരു കൗശലമാണ്. വാ, നമുക്ക് പോകാം. സൂത്രം ബലിച്ചില്ല. ആമയെ തിന്നാമെന്ന ആഗ്രഹം വെറുതെ ആയി. ആമച്ചാരെ, അന്നത്തെ ഓട്ട മത്സരത്തിൽ നീ എന്നെ തോൽപ്പിച്ചതിൽ പിന്നെ എനിക്ക് ഈ കാട്ടിലിറങ്ങി നടക്കാൻ വയ്യാതെ ആയി. നിന്നെ ഞാൻ തോൽപ്പിച്ച കഥ ഈ കാട്ടിൽ മാത്രമല്ല, അങ്ങ് നാട്ടിലും പാട്ടാണ്. എല്ലാവരുടെയും ഇടയിൽ ഈ കഥ ഇപ്പോഴും സൂപ്പർ ഹിറ്റാണ്. ആണോ? ഞാൻ കാരണം നാട്ടിലെ മുയലുകൾക്കും കൂടി നാണക്കേടായോ? എന്തായാലും നിനക്കല്പം അഹങ്കാരം ഉണ്ടായിരുന്നത് ഇല്ലാതായല്ലോ. അഹങ്കാരമില്ലെന്നുള്ള ഒരു അഹങ്കാരവും എനിക്കില്ല. അയ്യോ ആമച്ചാരെ, ദേ ഒരു സിംഹം വരുന്നു. അയ്യോ, സിംഹം നമ്മളെ കണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും? നമ്മൾക്കിനി ഒന്നും സിംഹത്തെ ചെയ്യാൻ പറ്റില്ല. അവൻ നമ്മളെയാ എന്തെങ്കിലും ചെയ്യുന്നത്. ഈ സമയത്താണ് അവന്റെ ഒരു തമാശ. മുയലച്ച,
നിന്റെ കാര്യം പോക്ക. സിംഹം നിന്നെ തിന്നും. നിനക്ക് ജീവൻ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ. അപ്പോ നീയോ? ഞാനോ? ഞാൻ ദാ ഇതിൽ കയറി ഒളിച്ചിരിക്കും. മച്ചാരേ, ഇനി രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്തായാലും ഇന്ന് ഇരയെ ഓടിച്ചിട്ട് പിടിക്കേണ്ടി വന്നില്ല. എടാ മുയലേ, ഇന്നത്തെ ഇര നീ തന്നെ. അത് കൊള്ളാം. സിംഹം ചേട്ടന് വേണ്ടി ഒരു സമ്മാനം വെച്ച് കാത്തിരിക്കുന്ന എന്നോട് തന്നെ ഇത് പറയണം. സമ്മാനമോ? നീ എന്താണ് ഈ പറയുന്നത്? ഈ പാറയാണോ നിന്റെ സമ്മാനം? അതൊന്നും അല്ല ചേട്ടാ, ഈ പാറയുടെ അടിയിൽ ഒരു കുഴിയുണ്ട്, അതിനകത്താണ് സമ്മാനം. എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ശബ്ദം കേട്ടു. നോക്കുമ്പോഴോ ഈ കുഴിക്കകത്തൊരു പുള്ളിമാൻ വീണ് കിടക്കുന്നു. പുള്ളിമാനോ? എവിടെ? ആ പുള്ളിമാൻ ഓടിപ്പോകാതിരിക്കാൻ ഞാനൊരു പാറ എടുത്തു വെച്ച് ചേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. പുള്ളിമാനെ തിന്ന കാലം മറന്നു. എനിക്ക് കൊതിയാവുന്നു. നീ ഒന്ന് മാറിക്കേ, ഞാൻ അവനെ തിന്നട്ടെ. ചേട്ടാ ധൃതി പിടിക്കല്ലേ, നീ പാറയിൽ അമർത്തി പിടിച്ചോ. ഞാൻ പോയി ഇവനെ കുഴിയിൽ നിന്ന് കയറ്റാനുള്ള കാട്ടുവള്ളിയുമായി ഇപ്പൊ വരാം. നീ പറയുന്നത് സത്യമാണല്ലോ. നീ എപ്പോ വരും? ഇപ്പൊ വരാം. വേഗം വരണേ. ഈ മുയൽ എവിടെയാ വള്ളിയെടുക്കാൻ പോയത്? ഈ പാറയിൽ അമർത്തി പിടിച്ച് എന്റെ കൈ കഴച്ചു. അയ്യോ, ഇവിടെ കുഴിയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോ ആ മുയൽ എന്നെ പറ്റിച്ചതായിരിക്കുമല്ലേ? എടാ മുയലേ, നീ എന്നെ പറ്റിച്ചല്ലേ? ഏയ് ചങ്ങാതി, എന്നെ ഒന്ന് നിവർത്താമോ? നിന്നെ സഹായിച്ചു കൂടാത്തതാണ്, നീ ഒരു ചതിയനാണ്. ഒരു ആപത്ത് വന്നപ്പോൾ എന്നെ സഹായിക്കാത്തവനാണ് നീ. ഇപ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കാം, പക്ഷേ നീയുമായി ഞാൻ നിന്നൊരു കൂട്ടുമില്ല. ക്ഷമിക്കണം ചങ്ങാതി, ഇനിയും ഇങ്ങനെ ഉണ്ടാവില്ല. സത്യം.